ജനം TV വാർത്താ ഫലം കണ്ടു. കൊല്ലം കുന്നത്തൂരിലെ പാകിസ്ഥാൻ മുക്ക് എന്ന പേര് മാറ്റാൻ പഞ്ചായത്തിന്റെ തീരുമാനം. BJP അംഗങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ കുന്നത്തൂർ പഞ്ചായത്ത് ഐകകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. ജനം ഇംപാക്ട്. ഇതാണ് കുന്നത്തൂരിലെ പാകിസ്ഥാൻ മുക്ക്. 7 പതിറ്റാണ്ടായി ഇവിടെ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പാകിസ്ഥാൻ വേണ്ട എന്ന ജനം TV ക്യാമ്പയിന് പിന്നാലെ BJP നേതൃത്വവും പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു. ഇന്ന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. BJP അംഗങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം പഞ്ചായത്ത് ഐകകണ്ഠേന അംഗീകരിച്ചു. 17 വാർഡ് മെമ്പർമാരും ചർച്ചയ്ക്കൊടുവിൽ ഇക്കാര്യം അനുകൂലിക്കുകയായിരുന്നു. ഇനി പാകിസ്ഥാൻ മുക്ക് എന്ന പേര് നീക്കം ചെയ്യാൻ മിനിറ്റ്സ് രേഖകളടക്കം സർക്കാരിന് സമർപ്പിക്കും. സർക്കാരിന്റെ ഔദ്യോഗിക അനുമതിയോടെ രേഖകളിൽ നിന്നും പരസ്യ ബോർഡുകളിൽ നിന്നും ഈ പേര് നീക്കം ചെയ്യും. കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ കടമ്പനാട്ട് നിന്ന് ഏനാത്തേക്കുള്ള വഴിയിൽ 2 കിലോമീറ്റർ പിന്നിട്ടാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് കടകളുടെ ബോർഡുകളിലടക്കം ഈ പേരുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ പേരുണ്ടായതെന്നതിൽ നാട്ടുകാർക്കും വ്യക്തതയില്ലായിരുന്നു. ഭീകരവാദികളെ ഊട്ടി വളർത്തുന്ന ശത്രു രാജ്യത്തിന്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെട്ടത് അവിടെയുള്ള ജനങ്ങളെയും വിഷമിപ്പിച്ചിരുന്നു. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എവിടെ വീടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പാകിസ്ഥാൻ മുക്കെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ഒരുമാതിരി ഒരു വൃത്തികെട്ട രീതിയിൽ നമ്മുടെ അടുത്തൊരു ഒരു പെരുമാറ്റം, നമുക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമാണ്. നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ പണ്ട് ഏതോ ഒരു ബസ്സുകാരനൊരു പേര് പറഞ്ഞെന്ന് വിചാരിച്ച് അതങ്ങ് ഇതായതാണ്. ഇപ്പോഴും അത് നിലനിന്ന് പോവുക. ഇത് എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമെന്നുള്ള നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ സാധ്യമാകുന്നത്. ഐവർകാല എന്ന പേര് തന്നെ നിർദ്ദേശിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ജനം, കൊല്ലം.